Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ് വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? എല്ലാവരും വായിച്ചു നോക്കിയോ? വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്, വായിച്ചിട്ട് കിട്ടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ല അല്ലെ? ഓക്കെ. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കൂടുതലും റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. കുറച്ച് ബോറിംഗ് ആണ്. ഒന്നാമത് ഉച്ച സമയമാണ്, ഉറക്കം വരുന്ന സമയമാണ്. വായിച്ച് ജസ്റ്റ് ഇങ്ങനെ അതിന്റെ എക്സ്പ്ലനേഷൻ, അതായത് ആ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുകയാണ് കൂടുതലും അതിനകത്ത് വരുന്നത് കേട്ടോ. കുറേ പോയിന്റ്സ് ഉണ്ട്, ഒരു 10-25 പോയിന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യാ, പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. പറയുന്നതിന്റെ കൂട്ടത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണെങ്കിൽ ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി മീനിങ് അറിയില്ലെങ്കിൽ ചോദിക്കുക, എന്താണ് മീനിങ് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ. ബാക്കി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നത്, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നത് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഫ്രണ്ട് ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയില് നമുക്ക് പല പല ഡെസ്കുകളും കാണാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോ ഇൻഫോർമേഷൻ ഡെസ്ക് എന്ന് കണ്ടിട്ടുണ്ടാവും, എൻക്വയറി ഡെസ്ക് എന്ന് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ഏരിയകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഓക്കെ. ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അതിന്റെ പ്രാധാന്യം എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ്, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, റിപ്പീറ്റേഷൻ ഇതിനകത്ത് കൂടുതലാണ്. അതായത് ഒരു കാര്യം തന്നെ വീണ്ടും നമുക്ക് താഴെയുള്ള പോയിന്റ്സുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഒരു മടുപ്പ് തോന്നും സ്വാഭാവികമായിട്ട്, പക്ഷെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. ഫസ്റ്റ് വൺ, ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ഒരു കോളറിനെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാളെ വെൽക്കം ചെയ്യുമ്പോൾ, ഇപ്പൊ ഫോൺ കോൾ ആയാലും അല്ലെങ്കിൽ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് വരികയാണെങ്കിലും അയാൾ ഒരു പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡോട് കൂടി എന്ത് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പോയിന്റ്, റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വയറീസ്. അതായത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അന്വേഷണങ്ങൾ, ക്വയറീസ് ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം, അതിന് പ്രതികരിക്കുക. പ്രതികരിക്കുന്നതിൽ ഒരിക്കലും ഡിലേ വരാനായിട്ട് പാടുള്ളതല്ല. പേഷ്യന്റ് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഡിപ്പാർട്ട്മെന്റുകൾ, എത്ര ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ എണ്ണം എത്രയാണെന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ്, ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ആദ്യമായിട്ട് അവർ തരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഡോക്ടർമാരുടെ പേര്, അവരുടെ ഫോൺ നമ്പറുകള്, കൂടാതെ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകള്, അതിപ്പോ സൂപ്പർവൈസർ ആവാം, മാനേജർ ആകാം, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആളുകളായിരിക്കാം, ഇവരുടെയൊക്കെ ഫോൺ നമ്പറും പേരും സഹിതം എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. പ്രധാനമായിട്ടും അതിനകത്ത് പഠിക്കേണ്ടത് ഡോക്ടർമാരുടെ പേര്, അവര് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ദെൻ അവരുടെ ഫോൺ നമ്പർ. ഓക്കെ. ഇതായിരിക്കണം. അതായത് ചിലപ്പോ 10 അക്ക നമ്പറുള്ള ഫോൺ നമ്പർ ആയിരിക്കണം എന്നില്ല. ചിലപ്പോ 123 എന്നോ 121 എന്നോ അങ്ങനെയുള്ള നമ്പറുകളായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതെന്ത് ചെയ്യാം, നമ്മള് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഈ ഡോക്ടർമാരുടെ പേരും അവരുടെ ഫോൺ നമ്പറൊക്കെ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഷുഡ് നെവർ ബി ഹോട്ടി വൈൽ എ റിസീവിംഗ് കോൾ. ഒരു കോള് എടുക്കുമ്പോൾ, ഇപ്പൊ ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളൊരു കോൾ എടുക്കുമ്പോൾ ഒട്ടും അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. മാന്യമായ രീതിയിൽ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കണം. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ,
optimizes patient satisfaction, provider time, and treatment room utilization by scheduling appointments in person or by telephone. അതുകൂടാതെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ, അവർക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് എന്നിവ ഇൻഡിവിജ്വൽ ആയോ ടെലിഫോണിലൂടെയോ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ക്രമീകരിക്കുന്നു. ഓക്കെ, അതായത് ഒന്നില്ലെങ്കിൽ ഫോണിലൂടെയാകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കാം. ഇപ്പൊ രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അപ്പോയിന്റ്മെന്റ്സ് എടുത്തു കൊടുക്കുക, അതാണ് അതിന്റെ ചുരുക്കം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ഇതിൽ വരുന്നത്, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ ഭാഗമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, then next one, role of health check desk. ഇനി അടുത്തൊരു ഡെസ്ക് ആണ് എന്ത്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്ന് പറയുന്നത് കേട്ടോ. പേര് പോലെ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് എന്താ പ്രത്യേകത, അതായത് ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെസ്ക് ആണ് കേട്ടോ അത്. ഹെൽത്ത് ചെക്കപ്പ്, രോഗികളുടെ ഹെൽത്ത് ചെക്കപ്പുകളുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാൻ പറയുന്നേ. പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമേഴ്സിന് സഹായവും സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്, സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വാക്ക് ഇൻക്വയറീസ്, അന്വേഷണങ്ങൾ നടത്തുന്നു. കസ്റ്റമേഴ്സിന്, അതായത് ഇപ്പോ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്ന് പറയുവാണെങ്കിൽ അത് മുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. എന്താ പറയുന്നേ, അതായത് ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുന്നു. ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു രോഗിക്ക് MRI ചെയ്യണം എന്ന് വിചാരിക്കാം. ഹെൽത്ത് ചെക്ക് ഡെസ്കിലാണ് ആദ്യമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് MRI എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് എടുത്തു കൊടുക്കുന്നത് ഏത് വിഭാഗമാണ്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്, ബന്ധപ്പെട്ട വകുപ്പുകളുമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഇപ്പോ MRI എടുക്കാനായിട്ട് ഒരു പേഷ്യന്റ് ആണ്, ഒരു ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ, ഡോക്ടറാണ് എഴുതി കൊടുക്കുന്നത് MRI എടുക്കാൻ വേണ്ടിയിട്ട്. MRI എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റിസപ്ഷനിസ്റ്റിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ ആ ഡോക്ടർ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ബന്ധപ്പെട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് അവിടെ കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, then dispatch of report after health checkup, അതായത് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ടുകൾ അയക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു MRIയുടെ കേസ് പറഞ്ഞല്ലേ, MRI എടുത്തു കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് MRIയുടെ ആ റിസൾട്ട് കയ്യിൽ കിട്ടി, ആ ഒരു റിസൾട്ട് ഡോക്ടറിന് കൈമാറുന്നു, അല്ലെങ്കിൽ ഡോക്ടറുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ, അതുപോലെ ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വാക്ക് ഇൻക്വയറീസ്, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്, then coordinating with the concerned department, dispatch of report after health checkup. Okay, clear ആണോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, then അടുത്തത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, അടുത്തൊരു ഡെസ്ക് ആണ് കേട്ടോ. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, പേഷ്യന്റ് റിപ്പോർട്ട് കൂടുതലായിട്ട്, അതായത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് കേട്ടോ അത്. രണ്ടാമത് പറഞ്ഞ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടതാണ്, മൂന്നാമത് പറയുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെസ്ക് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട് പേഷ്യന്റിന്റെ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ രണ്ടാമത്തത്, പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ഓൺ ദ ക്ലയന്റ്, അതായത് ക്ലയന്റിന്, കസ്റ്റമറിന്, അതായത് പേഷ്യന്റിന് സമയത്തെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകുന്നു. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് ഇപ്പൊ MRI എടുത്ത് വന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ആ MRI എത്ര മണിക്ക് കിട്ടുമെന്ന് ഏത് വിഭാഗത്തിനാണ് പറയാനായിട്ട് കഴിയുക,
റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിനാണ്. കാരണം ധാരാളം ആളുകളുടെ റിസൾട്ടുകളും ടെസ്റ്റിന്റെ റിസൾട്ടുകളും മറ്റും ആ ഒരു റിപ്പോർട്ടുകളും മറ്റും ഇവരുടെ അടുത്ത് ഉണ്ടാകും. അപ്പൊ സമയാസമയത്ത് രോഗികൾക്ക് ഇത് ലഭ്യമാക്കുക എന്നുള്ളത് ഈ ഒരു റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ഓരോ പേഷ്യൻസിന്റെയും റിപ്പോർട്ട്സ് ഏത് സമയമാണ് കിട്ടുക എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. ഇനി ഇങ്ങനെ ലഭിച്ച റിപ്പോർട്ടുകൾ ശേഖരിച്ചു വെക്കുന്നു, ആവശ്യമെങ്കിൽ പേഷ്യന്റിന് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, ചില റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കുകൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കും, അവരാണ് സൂക്ഷിച്ചു വയ്ക്കുക. ഇനി മറ്റു ചില ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ പേഷ്യന്റ് അടുത്ത് വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് ഉണ്ടാവുക. സ്കാനിന്റെ റിസൾട്ട് എന്ത് എക്സ്റേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ ആയിക്കോട്ടെ അതൊക്കെ കൊടുത്തു വിടും. ഇനി ഏറിയ ശതമാനവും എന്ത് ചെയ്യാണ്, അവിടെ തന്നെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? 3 ഡെസ്കുകളും ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ടൈമിംഗ് ആണ് കേട്ടോ. ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ടൈമിംഗ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക് 24 hours സർവീസ്. ഫ്രണ്ട് ഓഫീസ് എപ്പോഴും പേഷ്യന്റ് കെയർ സർവീസ് നൽകുന്നത് 24 മണിക്കൂറുമാണ്. 24 മണിക്കൂറും എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് കെയർ സർവീസ് ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്. അതായത് അവിടെയുള്ള സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റുകളിലായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എത്ര മണിക്കൂറാണ് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി വരിക? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. എത്ര മണിക്കൂർ വരും? 8 മണിക്കൂർ വരും അല്ലെ? 3 ഷിഫ്റ്റുകളായിട്ട് 24 മണിക്കൂർ അല്ലെ? 24 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 8 ആണ് കിട്ടുക അല്ലെ? ഓക്കെ, 8 മണിക്കൂറാണെന്ന് പറഞ്ഞു. ഇപ്പൊ രാവിലെ 7 മണിക്ക് ഒരാള് ഡ്യൂട്ടിക്ക് കയറിയാൽ എത്ര മണിക്കായിരിക്കും ഡ്യൂട്ടി അവസാനിക്കുക? വേഗം കമന്റ് ചെയ്യും. എത്ര മണിക്ക് അവസാനിക്കും ഡ്യൂട്ടി? തെറ്റ്. 1 മണിക്കാണോ? 8 മണിക്കൂർ ആകുമ്പോ ഡ്യൂട്ടി അവസാനിക്കാം. 7 മണിക്ക് കയറി കഴിഞ്ഞാല് 3 മണി കേട്ടോ. 3 മണിക്കാണ് ഷിഫ്റ്റ് അവസാനിക്കുക. ഓക്കെ, 3 മണിക്ക് കയറി കഴിഞ്ഞാൽ എത്ര മണിക്ക് അവസാനിക്കും? 3 മണിക്കാണെങ്കിൽ എത്ര മണിക്ക്? 11 മണി. ശരിയാണ് ഗായത്രി, 11 മണിയാണ്. നൈറ്റില് 11 മണിക്ക്. ഓക്കെ, 11 മണിക്ക് വേറൊരു ഷിഫ്റ്റിൽ ആള് കയറി കഴിഞ്ഞാൽ എത്ര മണിക്കായിരിക്കും തീരുക? 11 മണിക്ക് കയറി കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റൗണ്ട് ചെയ്യുന്നത് കേട്ടോ. വർക്കിംഗ് ടൈംസിനെ നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഷിഫ്റ്റ് ഒരിക്കലും ആരുടെയും, അതായത് ആ ഒരു പ്രവർത്തനം, ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനം എപ്പോഴും ഉണ്ട്. സ്റ്റാഫുകളുടെ വർക്കിംഗ് അവർ എന്ന് പറയുന്നത് 8 മണിക്കൂറായിരിക്കും. പല ഷിഫ്റ്റുകളിലായിട്ട് പല ആളുകൾ എന്ത് ചെയ്യും, ജോലിക്ക് കയറും. ഇനി ഇത് തന്നെ ആയിരിക്കണം എന്നില്ല. 8 മണിക്കൂർ എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചില ഹോസ്പിറ്റലില് രാവിലെ ചിലപ്പോൾ 9 മണിക്ക് ഷിഫ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ 11 മണിക്ക് ഉണ്ടാവും, ഇനി വൈകിട്ട് 4 മണിക്ക് ഉണ്ടാവും. അങ്ങനെ ഡിപ്പെൻസ്. അതായത് ഓരോ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ടൈം അറേഞ്ച്മെന്റ് അവര് നടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ടൈമിംഗ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് വരാം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ടാണ് ഇനി താഴെ പറയുന്നത്. എ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഇസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം ടാസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then he or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and a timely manner. Most medical receptionists work in a physician office, a dentist office, hospital or another medical facility. അതായത് ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നതിൽ ഒന്നുകിൽ ഷീ ആവാം അല്ലെങ്കിൽ ഹീ ആവാം അല്ലെ? അതായത് പുരുഷനോ സ്ത്രീയോ ആകാം. അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആവാം.
അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്ലറിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞാല്, അതായത് ബേസിക് സ്കിൽ എന്ന് പറയുന്നത് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക, ദെൻ പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിസപ്ഷനിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഇനി കൂടുതലും മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് ഫിസിഷ്യൻ ഓഫീസിലായിരിക്കും. അതായത് ഫിസിഷ്യന്റെ ഓഫീസുകളില്, ഡെന്റിസ്റ്റ് ഓഫീസുകളില്, ഹോസ്പിറ്റലുകളില്, ദെൻ അനദർ മെഡിക്കൽ കെയർ ഫെസിലിറ്റിയില്. ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് റിസപ്ഷനിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കും. ഫിസിഷ്യൻ ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഡോക്ടർമാര് വൈകുന്നേരം അവരുടെ സ്വവസതിയിൽ, അതായത് മീൻസ് അവരുടെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിലൊക്കെ കൺസൾട്ടേഷൻ നടത്തില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, ഫിസിഷ്യൻ ഓഫീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഡോക്ടറെ സഹായിക്കാൻ നിൽക്കുന്ന വ്യക്തി അവിടെ ആരായിട്ടാണ് കാണുന്നത്? അവരെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഇനി ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ അതായത് പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് റിസപ്ഷനിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കും, ഹോസ്പിറ്റലിൽ കാണാൻ സാധിക്കും, മറ്റു മെഡിക്കൽ സൗകര്യങ്ങളിലും ഈ റിസപ്ഷനിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. Then, in smaller office, medical receptionist will be responsible for both the administrative and the clerical duties. In large office, they may only be responsible for administrative or clerical duties. The position is referred to as a medical office assistant, medical assistant, receptionist, or healthcare administrative profession. Okay. അതായത് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളില് ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് അവര് എന്താ പറയാ, പല കാര്യങ്ങളിലും അവര് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോ അവര് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളും ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ ജോലികളും ചെയ്യാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലിനിക്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല്, ചെറിയ ചെറിയ ക്ലിനിക്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, അവിടെയുള്ള ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ചെയ്യുന്നുണ്ട്. അതായത് ചീട്ടെടുത്ത് വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു സ്ലിപ്പ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒ പി ചീട്ട് നോക്കി നമ്പർ നോക്കിയിട്ട് നിങ്ങളുടെ ഫയൽ എടുത്ത് വെക്കുന്നു, ഫോൺ കോൾസിന് ആൻസർ നൽകുന്നുണ്ട്. ഇനി ഡോക്ടറുടെ റൂമിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി കൺസൾട്ടേഷൻ കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ഡ്യൂട്ടീസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ അവര് ക്ലിനിക്കൽ ഡ്യൂട്ടീസില്? അവര് ചിലപ്പോ ഇഞ്ചക്ഷൻ എടുക്കും നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് ഇടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാ വരുന്നത്? ക്ലിനിക്കൽ ഡ്യൂട്ടീസിലാ വരുന്നത് കേട്ടോ. അപ്പോ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ ഈ രണ്ടു തരം ജോലികളും ചെയ്യുന്നത് ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ. എന്നാല് ലാർജർ ഓഫീസ്, അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കുകളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. കണ്ടിട്ടുണ്ടോ? എല്ലാ തരം ജോലികളും ചെയ്യുന്ന റിസപ്ഷനിസ്റ്റിനെ കണ്ടിട്ടുണ്ട് അല്ലെ? സ്മോളർ ഓഫീസിലാണ് അല്ലെങ്കിൽ സ്മോൾ ഹോസ്പിറ്റലിലാണ് ഇങ്ങനെയുള്ള വർക്കുകൾ അവർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് ചെന്നാല്, വലിയ വലിയ ഹോസ്പിറ്റലുകളാവുമ്പോൾ അവർ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. അതിനകത്ത് എന്ത് വരുന്നില്ല? ക്ലിനിക്കൽ ഡ്യൂട്ടീസ് വരുന്നില്ല. ഓക്കെ. ഇഞ്ചക്ഷൻ ഇടാനും ഡ്രിപ്പ് ഇടാനും അതുപോലെ തന്നെ മരുന്ന് തരാനും ഒക്കെ അവിടെ വേറെ ആളുകളുണ്ട്. റിസപ്ഷനിസ്റ്റിന് ഇതൊന്നും ബാധകമല്ല വലിയ ഹോസ്പിറ്റലുകളിൽ. ഓക്കെ. ഇനി ഇതിനെ പല പേരുകളിൽ നമുക്ക് വിളിക്കാം. മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് വിളിക്കാം, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് വിളിക്കാം, റിസപ്ഷനിസ്റ്റ് എന്ന് വിളിക്കാം, പിന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്ന് കൂടി എന്ത് ചെയ്യാം? ഇതിനെ വിളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആരെക്കുറിച്ച് പറയാനുള്ളത്? ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ. ഏതാണ് ഒന്നുകൂടി പറയേണ്ടത്? സെക്കൻഡ് പോയിന്റോ, അതായത് ചെറിയ ഹോസ്പിറ്റലുകളില് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡ്യൂട്ടീസും ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ചെറിയ ക്ലിനിക്കുകളിലൊക്കെ പോയിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഈ രണ്ട് തരത്തിലുള്ള ജോലികളും അവര് മാത്രമാണ് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ എടുക്കുന്നവരായിരിക്കും, ഫയൽ എടുത്ത് തരുന്നവരായിരിക്കും, ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ. ഇനി വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ റിസപ്ഷനിസ്റ്റിന് ആ ഫ്രണ്ട് ഡെസ്കിലെ ജോലി മാത്രമേ ഉള്ളൂ. ക്ലിനിക്കൽ ഏരിയയിൽ അവര് പോകേണ്ട ആവശ്യമേ ഇല്ല. അവിടെ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഫാർമസിസ്റ്റുകളും മറ്റു സ്റ്റാഫുകളും ഒക്കെ ഉണ്ട്. ഓക്കെ. അതാണ് അവിടെ പറയുന്നേ. നമുക്ക് മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരാം. ഫസ്റ്റ് വൺ,
welcomes and greets all patients and visitors personally or over the phone. എല്ലാ രോഗികളെയും സന്ദർശകരെയും നേരിട്ടോ ഫോണിലൂടെയോ വെൽക്കം ചെയ്യുന്നു, അവരെ ഗ്രീറ്റ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, the receptionist, even if you can verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will go them as soon as possible. ഒരു റിസപ്ഷനിസ്റ്റിന് വെർബലി ഒരു രോഗിയെ ഗ്രീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഐ കോണ്ടാക്റ്റിലൂടെ അവരോട് ഇന്ററാക്ഷൻ ചെയ്യണം. ഓക്കെ, അതായത് സംസാരിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അതാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ പറയുന്നത് റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവരോട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. ഇങ്ങനെ ഐ കോണ്ടാക്റ്റിലൂടെ അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്കൊരു തോന്നൽ ഉണ്ടാകും. എന്താ തോന്നുന്നത് അവർക്ക്? നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്കൊരു തോന്നല് വരും. അപ്പൊ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ രീതി ആയിരിക്കണം ഈ ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, then third point, respond to enquiries by patients, prospective patients and visitors in a courteous manner. പേഷ്യന്റിനോടായാലും വിസിറ്റേഴ്സിനോടായാലും കൃത്യമായ രീതിയിൽ പ്രതികരിക്കണം. അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? റെസ്പോണ്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഈ 3 പോയിന്റ് പറഞ്ഞത് ക്ലിയർ ആണോ? Then നാലാമത്തെ പോയിന്റ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, അതായത് പുതിയ പോളിസികൾക്കനുസരിച്ച് പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്യുക. ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനനുസരിച്ച് പുതിയ രോഗികൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, then അടുത്തത്, register new patients and updates existing patient demographics by collecting detailed patient information that includes personal and financial information. പുതിയ രോഗികളെ ബേസിക് ഡീറ്റെയിൽസ് വെച്ച്, അതായത് അവരുടെ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഇനി നിലവിലുള്ള രോഗികളാണെങ്കിൽ ആ രോഗികൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പൊ അവരുടെ അഡ്രസ്സ് ചേഞ്ചിങ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലോ ആ വിവരങ്ങൾ എന്ത് ചെയ്യണം? അത് ചോദിച്ചറിഞ്ഞ് സിസ്റ്റത്തില് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി പറയാട്ടോ. പുതിയ രോഗികളാണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? അവരുടെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി നിലവില് പഴയ രോഗികൾ, അതായത് നിലവിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രോഗികൾക്ക് അവരുടെ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചറിഞ്ഞിട്ട് അതിനകത്ത് മാറ്റം വരുത്തി അപ്ഡേറ്റ് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ പറയുന്നത്, ഒരു പേഷ്യന്റിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ളതും അദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകം പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു സിസ്റ്റത്തിൽ എന്തായാലും എൻറ്റർ ചെയ്തിട്ടുണ്ടാകണം. അതും കൂടി അവിടെ പ്രത്യേകം പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, assist patients to complete all necessary forms and documentation including medical insurance. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ ഫോമുകളും ഡോക്യുമെന്റേഷനും പൂർത്തിയാക്കാൻ രോഗിയെ സഹായിക്കണം. ഒരു രോഗി ഫസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ചില രോഗികൾക്ക് ഫോം പോലും ഫില്ല് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും, അറിയാത്തവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിൽ അവരെ എന്ത് ചെയ്യുക? അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കുക. ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ensure patients to complete all necessary forms and documentation including medical insurance. അതുപോലെ തന്നെ ഒരു രോഗി ഫോമില് എല്ലാ കാര്യങ്ങളും എഴുതി കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ടോ
എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, then next, ensure patient's information is accurate including billing information. പേഷ്യന്റിന്റെ ബില്ലിംഗ് ഇൻഫോർമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ തരം ഇൻഫോർമേഷൻസും ക്ലിയർ ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. അതായത് ഒരു രോഗി വരുമ്പോൾ തന്നെ അദ്ദേഹം രജിസ്ട്രേഷൻ ഫീസ് ചെയ്യുന്നുണ്ട്, കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുന്നുണ്ട്, ഇനി അഡ്മിറ്റ് ആണെങ്കിൽ ഫൈനൽ ഡിസ്ചാർജിനുള്ള ബില്ലുകളുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വ? ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, the next one, inform patients of medical office procedures and policy. അതുപോലെ തന്നെ പേഷ്യൻസിനോട് അവിടെയുള്ള, അതായത് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങള്, പ്രൊസീജിയേഴ്സിനെ കുറിച്ചും പോളിസികളെ കുറിച്ചും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിലെ പോളിസിയോട് ഡിസഗ്രിമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് അവിടെ നിന്ന് ക്വിറ്റ് ആവാം അല്ലെ ആദ്യമേ തന്നെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമേ തന്നെ, അതായത് പേഷ്യന്റ് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ അയാൾ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ ഹോസ്പിറ്റലിലെ പോളിസി ഇങ്ങനെയാണ്, പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണ്, അവിടെ ഫോളോ ചെയ്തു വരുന്ന രീതി ഇങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. Then next one, maintain and manage patient records. പേഷ്യന്റിന്റെ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, അതായത് കറക്റ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. The next point, move patients through appointments as scheduled. അതായത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അപ്പോയിന്റ്മെന്റിലേക്ക് രോഗിയെ മൂവ് ചെയ്യിപ്പിക്കുക. ഒന്നും കൂടി ഞാൻ പറയാം, നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന്. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അപ്പോയിന്റ്മെന്റിലേക്ക് രോഗികളെ മൂവ് ചെയ്യിപ്പിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? കമന്റ് ചെയ്തേ വേഗം. ചിലർ ഉറങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. ഓൺ ടൈം, ഓൺ ടൈം ആണോ? ഇത് ധാരാളം പേഷ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്പോയിന്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരെ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം, അവരെ ആ ഒരു സമയപ്രകാരം, ആ ടൈം പ്രകാരം എന്ത് ചെയ്യണം, അവരെ കൺസൾട്ടേഷൻ റൂമിൽ എത്തിക്കണം. അതിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, then അടുത്ത പോയിന്റ്, facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and clinical staff. അതുപോലെ തന്നെ പേഷ്യന്റ് ഫ്ലോ, പേഷ്യൻസ് ഇത്ര പേരുണ്ടെന്ന് ഡോക്ടറെ അറിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വ? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. അതുകൂടാതെ എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ, അതായത് താമസം എന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർമാരുടെ ഡിലേസ് ആണ് കേട്ടോ. ചില ഡോക്ടേഴ്സ് ചിലപ്പോൾ സർജറി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കൺസൾട്ടേഷനുകളും ഉള്ളത് കൊണ്ടോ ചിലപ്പോൾ ഡിലേ ആവാം. അപ്പൊ ആ ഒരു വിവരം എന്ത് ചെയ്തിരിക്കണം, പേഷ്യൻസിനെ അറിയിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഈ കൺസൾട്ടേഷൻ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ, റിസപ്ഷനിസ്റ്റിന് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ ഒരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന സ്റ്റാഫായിട്ട് ആർക്ക് കോണ്ടാക്ട് വേണം? റിസപ്ഷനിസ്റ്റിന് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് രോഗിക്ക് നല്ല രീതിയിലുള്ള ഒരു പരിചരണം, കെയർ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പേഷ്യന്റ് അറൈവലിനെ കുറിച്ച് ഡോക്ടറെ ബോധ്യപ്പെടുത്തണം, ഡോക്ടറെ അറിയിക്കുക. ദെൻ ഡോക്ടർ എന്തെങ്കിലും വൈകാനുള്ള കാരണം ഉണ്ടെങ്കിൽ അതും അറിയിക്കുക രോഗിയെ. അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റാഫുകളും റിസപ്ഷനിസ്റ്റും തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു കസ്റ്റമർ കെയർ കൊടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, then അടുത്തത് answer incoming calls and deal with enquiries, answers the phone while maintain polite, consistent phone manner using proper telephone etiquette. അതായത് ഇൻകമിംഗ് കോളുകൾക്ക് ആൻസർ ചെയ്യുക,
ഓക്കെ, ഇൻകമിങ് കോളുകൾ ക്യാൻസൽ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുക. അതുപോലെ തന്നെ ഫോണിലൂടെ പ്രതികരിക്കുമ്പോൾ, ഉത്തരങ്ങൾ പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ട് മറുപടി പറയുക. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോൺ മാനേഴ്സ് ഫോളോ ചെയ്യുക. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരേ ടോണിൽ തന്നെ ആയിരിക്കണം സംസാരിക്കേണ്ടത് കേട്ടോ. ടോൺ ഒരിക്കലും മാറ്റാനായിട്ട് പാടുള്ളതല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നിങ്ങളോട് കൂടിയാണ് പറയുന്നത്. സംസാരിക്കുന്ന ടോൺ എപ്പോഴും എന്ത് ചെയ്യുക, ഒരേപോലെ ആയിരിക്കുക, സ്ഥിരമായിട്ടിരിക്കുക. അതാണ് കൺസിസ്റ്റന്റ് ആവുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു, അതായത് നമ്മളിപ്പോ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിലും എപ്പോഴും എന്ത് ചെയ്യുക, ഒരേ സ്വഭാവമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. എന്താണ് ഈ ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ് എന്ന് പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ, എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ട്രാൻസ്ഫർ കോൾ എന്താണ്? ട്രാൻസ്ഫർ കോൾ ആർക്കൊന്നും പറയാനില്ലേ? അതെ അതെ. ഫാത്തിമത്ത് ജബീൻ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന്. ഇപ്പൊ നിങ്ങളിപ്പോ നാളത്തേക്ക് നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വേണം എന്ന് വിചാരിക്കുക അല്ലെ. നിങ്ങൾ ഹോസ്പിറ്റലിൽ വിളിക്കും അല്ലെ. ഇന്നത്തേക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് വിളിക്കും. നാളത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഇന്ന് തന്നെ വിളിക്കും. ഇപ്പൊ മെയിൻ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു ലേഡിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അവര് നമ്മളെ ആദ്യം ഗ്രീറ്റ് ചെയ്യും അല്ലെ. നമ്മളോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും, മാഡത്തിന് എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയും ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യണം, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം എന്ന് പറയും. അപ്പൊ അവര് പറയും ജസ്റ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് തരാം. അങ്ങനെ മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ളൊരു അവിടെയുള്ള സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു, ദെൻ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അപ്പൊ കോളുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജോലി ആർക്കുണ്ട്? ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. ഈ ട്രാൻസ്ഫർ കോള് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സും അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാല്? പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? പേയ്മെന്റ്സ് കമന്റ് ചെയ്തേ. പേയ്മെന്റ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പേയ്മെന്റ്സ്? ഫീസ് ആണ്. പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫീസ് ആണ് അല്ലെ. ഇനി കോപ്പേസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? ഫീസിന്റെ കാര്യം തന്നെയാണ് വരുന്നത്. എന്നാലും കോപ്പേസ് എന്ന് പറയുന്ന ഒരു ക്ലെയിം കൂടിയാണ് കേട്ടോ. ഇൻഷുറൻസിന്റെ ക്ലെയിം കൂടിയാണ് കോപ്പേസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ചില മെഡിക്കൽ ഇൻഷുറൻസ് ചേരുമ്പോൾ ചില ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് കോപ്പേ ക്ലെയിംസ് ആയിരിക്കും. അതായത് ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റിനായിട്ട് 100 രൂപയാണ് ആവശ്യമെങ്കിൽ ആ 100 രൂപയില് 80 രൂപ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും, 20 രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കണം. ഇതിനെയാണ് എന്ത് പറയാ? കോപ്പേസ് ക്ലെയിം എന്ന് പറയാ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ചേരാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഫോം ഒന്ന് ചെക്ക് ചെയ്യാം. കോപ്പേ ക്ലെയിം ആണോ എന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഷുറൻസിൽ ചേരാനായിട്ട് നോക്കുക കേട്ടോ. ഇപ്പൊ സർജറിക്ക് ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ എത്ര രൂപ ഇൻഷുറൻസ് കമ്പനി ഇടും? നിങ്ങളൊന്ന് പറഞ്ഞേ. കോപ്പേ ക്ലെയിം ആണെങ്കിൽ എത്ര രൂപയാണ് ഇൻഷുറൻസ് കമ്പനി ഇടുക? കമന്റ് ചെയ്തേ. എത്ര രൂപ ഇടും ഇൻഷുറൻസ് കമ്പനി? കമന്റ് ചെയ്യും. 80,000 അല്ലെ. നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് എത്ര കൊടുക്കണം? നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് എത്ര കൊടുക്കണം? അപ്പോ എത്ര കൊടുക്കണം നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത്? 20,000 രൂപ അല്ലെ. നഷ്ടമാണ് അല്ലെ. കാരണം മറ്റ് ഇൻഷുറൻസുകളും ഉണ്ട്, അത് ഫുൾ ആയിട്ടാണ് നമുക്ക് വേണ്ടി ഓരോ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവർ കോപ്പേ ക്ലെയിംസ് എന്ന് പറഞ്ഞാല് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, പൈസ പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കോപ്പേസ് അതുപോലെ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. അടുത്തത് റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. ആവശ്യമെങ്കിൽ കണക്കുകൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞു, ഷിഫ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് ക്യാഷ് കളക്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ ഡെപ്പോസിറ്റ് മെഷീനിലേക്കോ അല്ലെങ്കിൽ അനദർ പേഴ്സൺ, ഏത് വ്യക്തിയാണോ അടുത്ത ഷിഫ്റ്റിനായിട്ട് നിൽക്കുന്നത് അവരിലേക്കോ എന്ത് ചെയ്യും, എമൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഓഫീസിൽ നേരിട്ടും അടക്കാം. അങ്ങനെ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് ഒന്ന് എന്ത് ചെയ്യണം,
ഇതിന്റെ കൂടെ തന്നെ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഷെഡ്യൂൾ ചെയ്യുന്നു, ടെസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു, അതുപോലെ സ്കാനുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഇനി മറ്റ് അപ്പോയിന്റ്മെന്റ്സുകൾ, ഇപ്പോ പുറത്തു നിന്നുള്ള ഡോക്ടേഴ്സ് വന്ന് രോഗിയെ നോക്കുവാണെങ്കിൽ അതിനു വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അടുത്തത്, obtain external medical reports as required by medical professionals. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം എന്നില്ല, അത് ഔട്ട്സോഴ്സ് ചെയ്യുന്നു, അതായത് പുറത്തേക്കാണ് എഴുതി കൊടുക്കുക കൂടുതലും ഡോക്ടേഴ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടുകളും മറ്റും കളക്ട് ചെയ്തിട്ട് അത് ഡോക്ടേഴ്സിന് പാസ് ചെയ്യുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, then another point, respond and comply to request for information. അതായത് എന്തെങ്കിലും ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റുമായിട്ടോ രോഗികൾ വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, then another point, it is important കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. എന്താണ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത്? എന്താണ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്? കമന്റ് ചെയ്യില്ലേ? ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്താണ്? കോൾ ആണോ, മെസ്സേജ് ആണോ? എന്താണ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്? ആർക്കും കിട്ടുന്നില്ലേ? എന്താ കമന്റ് വരാത്തെ? ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്താണ്? മെസ്സേജ് ആണോ, കോൾ ആണോ? എന്തിനാ ഉദ്ദേശിക്കുന്നത്? മെസ്സേജ്, പീപ്പിൾ, അപ്പോയിന്റ്മെന്റ്, മെസ്സേജ് അല്ല കേട്ടോ, മെസ്സേജ് അല്ല, ഇമെയിൽ കേട്ടോ. ഇമെയിലിനെയാണ് എന്ത് പറയുന്നത്? ഇമെയിൽ സന്ദേശങ്ങളെയാണ് എന്ത് പറയാം? ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോ ഇങ്ങോട്ട് വരുന്ന, അതായത് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഇമെയിൽസ്, സെൻഡ് ചെയ്യാനുള്ള ഇമെയിൽസ്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത്, കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. ഇനി ഈ ഒരു റിസപ്ഷനിസ്റ്റിന് ഞാൻ പറഞ്ഞു മൾട്ടി ടാസ്കിംഗ് ആണ് ആര് ചെയ്യുന്നത്? റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിക്ക് പുറമെ വേറെ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇമെയിൽ മെസ്സേജ് ആയിട്ട് നോക്കും. ഓക്കെ, ഇമെയിൽസിനെയാണ് പറയുന്നത് കേട്ടോ. മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, then അടുത്ത പോയിന്റ്, മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള സ്റ്റോക്ക് ഫോമുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെയുള്ള മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്, അതായത് മെഡിക്കൽ ഓഫീസ് ഉപകരണങ്ങള്, അതിന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നിട്ടുണ്ടോ, അത് മെയിൻറ്റെയിൻ, അതായത് അത് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെന്ററി നീഡ്സ് എന്ന് പറഞ്ഞാൽ ചരക്കുകൾ, അവിടെയുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലേസിംഗ് ഓർഡർ, അതായത് അതാത് സ്ഥാനത്താണോ ഇരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുക. കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. ഫ്രണ്ട് ഏരിയയിൽ ഇരിക്കുന്ന എല്ലാവിധ എക്യുപ്മെന്റുകള്, സാധനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ചരക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ സ്ഥാനത്താണോ ഇരിക്കുന്നത്, അതിന്റെ എന്താ പറയാ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടോ, അതൊക്കെ നോക്കി അത് മോണിറ്റർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, എൻഷുവർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റൈൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് വൃത്തിയായിട്ടാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ക്ലീൻ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിനെ കൊണ്ടുവന്നത് ക്ലീൻ ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? റിസപ്ഷനിസ്റ്റിന് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, safeguard patient privacy and confidentiality,
protect patient confidentiality, making sure that protected health information is secured by not leaving PHI in plain sight and logging of the computer before leaving it unattended. Okay, അതായത് പേഷ്യന്റിന്റെ ഫയൽ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ വളരെ സുരക്ഷിതമായിട്ട് സേഫ് ഗാർഡ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്. ഒരു തേർഡ് പാർട്ടി വന്ന് ആക്സസ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യണം? ഈ ഒരു പേഷ്യന്റ് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പേഷ്യന്റ് വിവരങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമ്മള്, അതായത് ഒരു രോഗി വന്നു, ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് എടുക്കുവാണ്. ദെൻ ആ രോഗി അവിടെ നിന്ന് പോയി കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആ ചെയറിൽ നിന്ന് നീട്ടി കഴിഞ്ഞാല് ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യണം. ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് നീട്ടി പോകാനായിട്ട് സാധിക്കാനായിട്ട്, അതായത് അങ്ങനെ പറ്റുള്ളൂ. കാരണം എന്ത് ചെയ്യരുത്, വേറൊരാള് വന്ന് ആ ഒരു ഫയലിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൈകടത്താനായിട്ട് പാടില്ല. യാതൊരുവിധ സീനിങ് ഒരു കാര്യങ്ങളും, ഒരു പേഷ്യന്റ് വിവരങ്ങളുള്ള ഒരു കാര്യങ്ങളും മറ്റുള്ളവർ കാണാനോ ഒന്നും പാടുള്ളതല്ല. അതുകൊണ്ട് അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റു പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോകാനും. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. PHI എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ആണ് കേട്ടോ. അതായത് പേഷ്യന്റ് ഇൻഫോർമേഷൻ, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലായോ? നിങ്ങൾക്ക് കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ബോറടിച്ചെന്ന് തോന്നുന്നു. മനസ്സിലായോ? ഓക്കെ, നമുക്കിത് എക്സാം വൈസ് PHI എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. എക്സാം വൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, കാരണം റെസ്പോൺസിബിലിറ്റീസ് ആണല്ലോ. പക്ഷെ നമ്മളിത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കൂടുതൽ പറയുന്നത് കേട്ടോ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് സ്കിൽസ് നോക്കാം. എന്തൊക്കെയാണ് സ്കിൽസിൽ വരുന്നതെന്ന് കേട്ടോ. സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് തന്നെ പറയുന്നത് ടെലിഫോൺ എറ്റിക്വിറ്റി ആണ്, അല്ലെ? ടെലിഫോൺ മര്യാദകൾ, ടെലിഫോണിലൂടെ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം, മര്യാദകൾ പാലിച്ചിരിക്കണം. പിന്നെ കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ സേവനം, അതായത് നല്ല രീതിയിൽ പേഷ്യന്റിനോട് പെരുമാറുക. ദെൻ ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, അതായത് MS വേർഡ്, MS എക്സൽ, പവർ തുടങ്ങിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അറിയണം. വേർഡിലും അതുപോലെ എക്സലിലാണ് കൂടുതൽ കാൽക്കുലേഷനും മറ്റുമൊക്കെ നടക്കുന്നത്. പവർ പോയിന്റിലൂടെ പ്രസന്റേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എല്ലാം പഠിപ്പിച്ചു തരും കേട്ടോ. ഓക്കെ, ദെൻ മാനേജ്മെന്റ്, അതായത് രോഗിയെ കൈകാര്യം ചെയ്യുന്ന രീതികൾ അറിഞ്ഞിരിക്കുക. മൾട്ടി ടാസ്കിങ്, ഒരേ സമയം തന്നെ പല ജോലികളൊക്കെ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ ഓർഗനൈസ് ചെയ്യാനായിട്ട് അറിയാം, ഷെഡ്യൂൾ ചെയ്യാനായിട്ടൊക്കെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അപ്പൊ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ്. ആദ്യം വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് ഏബിൾ ടു ലിസൺ ഇഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലർ മാനർ. അതായത് ഒരു വ്യക്തിയെ നല്ല രീതിയിൽ കേൾക്കാനായിട്ട് ശ്രമിക്കുക, കേൾക്കാനുള്ള കഴിവുണ്ടായിരിക്കുക, എഫക്റ്റീവ് ആയിട്ട് കേൾക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. ദെൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? അവരോട് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടത്. ഒരാൾ ഒരു കാര്യം നിങ്ങളോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കേൾക്കണം. അതുകൂടാതെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? അത് പറഞ്ഞു കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. രോഗിയിൽ നിന്ന് വിവരങ്ങൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്തിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പോ വിവരങ്ങൾ ശേഖരിക്കാനുള്ള, ഏബിൾ ടു കളക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഓർഗനൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കണം.
Then third point, planning and organize. Able to മൾട്ടിടാസ്കിംഗ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾഡ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. ആദ്യം ചെയ്യേണ്ട ജോലികള് ആദ്യം ചെയ്തു തീർക്കണം. രണ്ടാമത്, മൂന്നാമത് അങ്ങനെയുള്ള ക്രമത്തില് ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണോ ആദ്യം കൊടുക്കുന്നത് ആ ജോലി എന്ത് ചെയ്യണം, ആദ്യം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. Then attention to detail, able to produce accurate and high quality work through concern for all areas involved. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ മേഖലകളിലേക്കും ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ നല്ലൊരു ക്വാളിറ്റി ഓഫ് സർവീസ് റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവര് ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഡെസ്കിലുള്ള ആ ഒരു ജോലിയിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് എല്ലാം ഡിപ്പാർട്ട്മെന്റ് വൈസ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ കാര്യങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്നതിലൂടെ നല്ല രീതിയിൽ അവർക്ക് കൂടുതൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ദെൻ അടുത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ് ആണ്. Able to develop good customer relationship focusing on achieving customer satisfaction. നല്ല രീതിയിലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താ പറയാ, കസ്റ്റമർ റിലേഷൻഷിപ്പ് കോണ്ടാക്ട് ചെയ്യുന്നതിലേക്ക് കണക്ട് ചെയ്യുന്നതിലൂടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. കസ്റ്റമറുമായിട്ട് നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് വെക്കുവാണെങ്കിൽ അത് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അടുത്ത പോയിന്റ് അഡാപ്റ്റബിലിറ്റി ആണ്. Able to adjust approach to meet changing needs and situation that includes in dealing with the diverse people. ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളോട് പെരുമാറുന്ന ഒരാളാണ് റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാല്. പലതരത്തിൽ നിന്നുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രോഗികൾ ഉണ്ടാകും, പലതരത്തിലുള്ള ഇമോഷൻസുമായിട്ട് വരുന്നവരുണ്ടാകും. അപ്പൊ അവരെയൊക്കെ മനസ്സിലാക്കി അവരുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടലാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, കോൺഫിഡൻഷ്യാലിറ്റി. രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും. രഹസ്യ സ്വഭാവം അതായത് ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അധിയർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. പേഷ്യന്റ് ഇൻഫോർമേഷൻ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു റിസപ്ഷനിസ്റ്റിനും പേഷ്യന്റിനും മാത്രമാണ് ആ രഹസ്യം അറിയുന്നതെങ്കിൽ മൂന്നാമതൊരാള് അറിയാനായിട്ട് റിസപ്ഷനിസ്റ്റ് ഇടവരുത്തില്ല. ഓക്കെ. അപ്പൊ അതിലൂടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ധാർമ്മികപരമായിട്ട് നീതി പുലർത്തുകൂടി ചെയ്യുന്നുണ്ട് കേട്ടോ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, സ്കിൽസിൽ വരുന്നത്. ക്ലിയർ ആയോ? സ്കിൽസ് മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. വായിച്ചു നോക്കാട്ടോ. ഞാൻ ഈ പറയുന്നത് മാത്രമല്ല, നിങ്ങളും കൂടെ വായിച്ചാൽ മാത്രമേ അത് കണക്ട് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ. ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന ഒരു കാര്യമാണ് ടെലിഫോൺ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. ടെലിഫോണിലൂടെ സംസാരിക്കുന്നതാണ് ഒരു റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്കിൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് അതിനൊരു ടോൺ ഉണ്ട്. ഞാൻ പറഞ്ഞു, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയാണ് ടെലിഫോണിലൂടെ നമ്മൾ എന്താ പാലിക്കേണ്ട ഒരു മര്യാദകൾ എന്ന് പറയുന്നത്. പിന്നെ അത് പറയുന്ന എന്താണെന്ന് നോക്കാം. When a patient calls in the way in which the front desk personnel handles the telephone call determines how the facility is perceived. The medical office receptionist must be a good listener and maintain confidentiality besides having good phone manners. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലില് റിസപ്ഷനിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണോ ആ പേഷ്യന്റിനോട് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിലെ എന്താ പറയാ സർവീസിനെ കുറിച്ച് ഈ ഒരു പേഷ്യന്റിന് മതിപ്പുണ്ടാവുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. എന്നെ ഒരു പേഷ്യന്റ് വിളിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, ബിഹേവ് ചെയ്യാണ്, സംസാരിക്കുകയാണ്. എന്റെ സംസാരം കേട്ടാല് അയാൾക്ക് അവിടെ നിന്ന് മനസ്സിലാകും ഈ ഒരു ഹോസ്പിറ്റൽ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്രമാത്രം ക്വാളിറ്റി ഓഫ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ടെലിഫോണിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ലിസണർ ആയിരിക്കും.
അതുപോലെ തന്നെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും. ദെൻ നല്ലൊരു ടെലിഫോൺ മാനേഴ്സ് ഉള്ള വ്യക്തി കൂടി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമ്മളൊരു ടേബിൾ ഉണ്ട്. ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ടേബിളിൽ കുറച്ച് ഡൂസും കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡോൺസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. അതായത് പുഞ്ചിരിച്ചുകൊണ്ട് വേണം, ചിരിച്ചുകൊണ്ട് വേണം, എപ്പോഴും ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കണം റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, സ്പീക്ക് ക്ലിയർലി, ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ്, മേക്ക് ദം വെൽക്കം, അതായത് അവരെ വെൽക്കം ചെയ്യണം. ദെൻ ഡോൺസിൽ വരുന്നത് ഫസ്റ്റ് വൺ, ഡിസ്ട്രാക്ട് ആണ്. ഡിസ്ട്രാക്ട് എന്ന് പറയുന്നത് അവരെ ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് പാടുള്ളതല്ല, അവരെ ശ്രദ്ധിക്കണം. ഒരിക്കലും അവർക്ക് അറ്റൻഷൻ വിട്ടുപോകരുത്. പേഷ്യൻസ് ആയാലും വിസിറ്റേഴ്സ് ആയാലും ഒക്കെ വരുമ്പോൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കണം എന്നാണ്. അറ്റൻഷൻ കൊടുക്കാതെ പോകരുത്. ദെൻ അടുത്തത്, ഷൗട്ട് ഓർ വിസ്പർ. പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ പേഷ്യന്റിനെ കളിയാക്കുന്ന രീതിയിൽ പെറുക്കരുത്. ചില റിസപ്ഷനിസ്റ്റിനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും നമ്മൾ ചോദിച്ചാല് ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യും, മറ്റുള്ള സ്റ്റാഫുകളോടൊക്കെ പെറുക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ മന്ത്രിക്കുന്നത് കാണാം. വിസ്പർ എന്ന് പറഞ്ഞാൽ ഷൗട്ട് എന്ന് പറഞ്ഞാല് മന്ത്രിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു ഇതാണ്. വിസ്പർ എന്ന് പറഞ്ഞാൽ പെറുക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയാ വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, ഹോൾഡ് ഫോർ ടു ലോങ്. അതായത് പേഷ്യന്റിനെ അധിക സമയം വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോൺസിൽ വരുന്നത്. ഡോൺസിൽ വരുന്നത് ഡിസ്ട്രാക്ട്, ഷൗട്ട് ഓർ വിസ്പർ ആൻഡ് ഹോൾഡ് ഫോർ ടു ലോങ്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആയിട്ടോ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ല, ബോറടിച്ചോ നിങ്ങൾക്ക്? നമുക്കിത് കൂടുതലും പോയിന്റുകളായിട്ടല്ലല്ലോ, അതായത് എന്താ പറയാ, ഒരു കാര്യത്തിന് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്ന രീതിയിലുള്ളതല്ല ഈ ചാപ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ബോറടിച്ചു എന്ന് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. സ്കിൽസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പോയിന്റ്സുകളിൽ ഞാൻ പറഞ്ഞു, കളക്ട് കോപ്പീസ് ആൻഡ് PHI ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്, ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്, ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്, ടൈമിങ്, അതുപോലെ തന്നെ ഇത് കണ്ടോ, സ്മോളർ ഓഫീസിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലറിക്കല്, അങ്ങനെയുള്ള ഒരു രീതിയിലെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ, ദെൻ മെയിൻ ഗോള് എന്താണ്, മെയിൻ ഗോള് റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് വരാം. Then 68% leave because of rude or discourteous behavior. Okay, അത് വരാം. Then CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ ഇമേജ് കാണിച്ചുകൊണ്ട് ഇത് ഏത് ഇതിന്റെ സാമ്പിൾ ആണെന്ന് ചോദിക്കാം കേട്ടോ. CRM സോഫ്റ്റ്വെയർ ഇമേജ് കാണിച്ചുകൊണ്ട് ചോദിക്കാം. Then CRM എന്താണെന്ന്, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് പഠിച്ചു വെക്കാം. കസ്റ്റമർ എന്താണെന്ന് നോക്കി വെക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങള് നോക്കി വെക്കാനോട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമോ? ക്വസ്റ്റ്യൻസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഉണ്ടാവില്ല നമ്മള്, ഞാൻ പറഞ്ഞല്ലോ. കാരണം കൂടുതൽ എന്താണ് നമ്മൾ കുറെ എസ്സേ പോലെ ടൈപ്പ് പഠിക്കുന്ന കാര്യങ്ങളാണ്. 2-3 ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ആശുപത്രിയിൽ ചെന്നാൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ടെലിഫോണിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായോ? അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുത്തത് കേട്ടോ. ഫ്രണ്ട് ഓഫീസിനെ കുറിച്ച് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് പേപ്പറിൽ നമ്മൾ എഴുതുന്നതല്ല ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാനുള്ളതാണ്. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ല? ഡൗട്ട് കാര്യങ്ങളൊന്നുമില്ല ആർക്കും? എല്ലാവർക്കും ക്ലിയർ ആയി? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തായിരുന്നോ? എല്ലാം ചെയ്തു. ഓക്കെ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറയാമോ? ഗ്രീറ്റ് ദാറ്റ് കോളർ വിത്ത് പോസിറ്റീവ് അതൊന്ന് പറയാമോ? ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ ഫോണിലൂടെ ഒരു പേഷ്യന്റ് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് അടുത്ത് വരുവാണെങ്കിലോ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെ വന്ദിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ് കൂടി അവരെ സമീപിക്കുക. പ്ലസന്റ് ആയിട്ട് സ്മൈലോട് കൂടിയതാണ് പറയുന്നത് പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഒന്ന് തീരുവാണ്. നെക്സ്റ്റ് വേറെ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതായിരിക്കും ചാപ്റ്റർ പറയാമോ? നെക്സ്റ്റ് ലബോറട്ടറി സർവീസ് ആയിരിക്കും. ലബോറട്ടറി. ഓക്കെ, ലബോറട്ടറി കേട്ടോ. ഓക്കെ, ശിവൻ എന്താ വേണ്ടത് മോളെ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാം എന്നാ മിസ്സേ? എക്സാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും കേട്ടോ. എന്താണെന്ന് ഇൻഫോർമേഷൻ തരും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്നാ നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രാധാന്യത്തോടു കൂടി തന്നെ വായിച്ചു പോവാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മിസ്.